അതായത് ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് പൊളിയാണ്, വൈബാണ്, വേറെ ലെവലാണ്. അത് പറയുന്നില്ല, കണ്ട് തന്നെ അറിയണം മോളെ. കാരണം ഈ വട്ടത്തെ ഓണത്തിന് നമ്മളെ മലയാളികളെ കാത്തിരിക്കുന്ന നമ്മളെ മാവേലിനെ മാത്രമല്ല, പിന്നെ ആരെയാ? കൊച്ചിയുടെ വൈബ് അറിയണമെങ്കിൽ, യൂത്തിന്റെ പൾസ് അറിയണമെങ്കിൽ ചൈതന്യ ഈ മണ്ണില് നമ്മളെ മഹാരാജാസിൽ വരണം. കൊച്ചിയിലെ ഏറ്റവും പ്രൗഢ ഗംഭീരമായ, കേരളത്തെ തന്നെ അത്രയും ആവേശം കൊള്ളിക്കുന്ന ചൂണക്കുട്ടികളാണ് നമുക്ക് ചുറ്റുന്നേ ഈ നിൽക്കുന്നത്. പക്ഷേ ഈ ഓണം അല്ലേ, ഈ ഓണം നമ്മളെ മഹാരാജാസുകാർ തൂക്കാൻ പോവാണ്. ആണോ? എങ്ങനെ തൂക്കി? അതെ, മാവേലിയെ മാത്രമല്ല നമ്മളെ മലയാളികളെ ഇക്കുറി വെയിറ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? മെസ്സി ഫാൻസ് ആണ്. അപ്പൊ നമ്മളെ റിപ്പോർട്ടർ ടിവിയും മലയാളികളും മഹാരാജാസും ഒന്നിച്ച് ഇവിടെന്ന് നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. നമ്മളിതേ തുടങ്ങുവാണ്. This is മെസ്സി ഓണം, മഹാരാജാസ് ഓണം. ഇനിയാണ് മക്കളെ പൂരം കൊടിയേറാൻ പോകുന്നത്. ചൈതന്യ, റിയൽ പൂരം. നിങ്ങൾ ഇത് കാണുക. സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ അത്യുന്നതങ്ങളിൽ നിന്നും ദൈവപുത്രൻ മിശിഹ ഇറങ്ങി വരുന്നു കേരളത്തിലേക്ക്. മലയാളികളുടെ മണ്ണിലേക്ക് മിശിഹ ഇറങ്ങുമ്പോൾ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നില്ല മക്കളെ. കണ്ടറിയണം. മഹാരാജാസിന്റെ മക്കൾ, റിപ്പോർട്ടർ ടിവി, മലയാളികൾ ഒന്നിച്ച് ഈ ഓണം മെസ്സിയോടൊപ്പം നമ്മൾ നോക്കും. ഓരോ ഓണക്കാലത്ത് നമ്മൾ മലയാളികൾ ഇങ്ങനെ പൂക്കളത്തിൽ പല മുഖങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷേ ഇത്തവണ വളരെ സ്പെഷ്യൽ ആയ ഒരു മുഖമാണ് മഹാരാജാസിലെ കുട്ടികൾ ഒരുക്കിയിട്ടുള്ളത്. അവർ വെറും മഹാരാജാസിലെ കുട്ടികളല്ല, മെസ്സി ഫാൻസ് ആണ്. നമ്മുടെ മെസ്സി വരല്ലേ, നമുക്ക് പൊളിക്കണ്ടേ? അതാണ് നമുക്കറിയാം. വെള്ളയും നീലയും നിറമുള്ള മേലങ്കി അണിഞ്ഞ് നമ്മുടെ മിശിഹ ദൈവപുത്രൻ അവതരിക്കുമ്പോൾ കണ്ടറിയണം കോശി മലയാളികളുടെ വികാരം എന്താണെന്ന്. മാവേലിയാണോ മെസ്സിയാണോ ഈ ഓണം തൂക്കിയത്? ശരിക്കും നിങ്ങൾ മെസ്സി വരണേല് ഭയങ്കര എക്സൈറ്റഡ് അല്ലേ? നമ്മൾക്ക് ഇവരോട് ശരിക്കും ചോദിക്കേണ്ടതില്ല ഇവർ ഏത് ഫാൻ ആണെന്നല്ലേ, കണ്ടറിയാം. നമുക്ക് ചോദിച്ചു നോക്കാം മക്കളെ. നിങ്ങൾ ജേഴ്സി ഒക്കെ അണിഞ്ഞ് വൻ വൈബിൽ നിൽക്കുകയാണ്. നവംബറിൽ നമ്മുടെ മെസ്സി ഇങ്ങെത്തും. പറ, നിങ്ങൾക്ക് ആരാണ് മെസ്സി? മെസ്സി പറഞ്ഞാൽ ഞങ്ങൾ ഫുട്ബോൾ ആരാധകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കളിക്കാരൻ. 10 നമ്പർ ജേഴ്സി ഇടുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആവേശമാണ്. ഇപ്പോഴും ഇനി മെസ്സി കേരളത്തിലോട്ട് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഈ തിരുവനന്തപുരം സ്റ്റേഡിയത്തിൽ ഞങ്ങൾ എല്ലാവരും അണിഞ്ഞിരിക്കും. സാധാരണ നമുക്ക് ഈ ഫിഫ വന്ന സമയത്ത് ആ ലോകകപ്പ് എടുത്ത് ഉയർത്തുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ പുളകം കൊണ്ട് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ആ ഒരു അവതാരം നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. നമുക്കറിയാം, നമ്മൾ ഫുട്ബോളിനെ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകൾ നമ്മൾ മലയാളികൾ. ഇപ്പോൾ വടക്കൻ ജില്ലകളിലൊക്കെ പോയാലും തെക്കൻ ജില്ല വ്യത്യാസമില്ല. നമുക്കറിയാം, മൊത്തം മലയാളികൾ ഫുട്ബോളിനെ അത്രയും ആരാധനയോടെയാണ് കാണുന്നത്. അതിൽ നമ്മൾ ദൈവം പോലെ കാണുന്ന ആളാണ് മെസ്സി. അപ്പോൾ ആ മെസ്സി തന്നെ മലയാളികൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ മൊമെന്റിന് വേണ്ടി നിങ്ങൾ അത്രയും കാത്തിരിക്കുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, ജീവിതത്തിൽ തോറ്റുപോയവർക്കാണ് മെസ്സി വരുന്നത്. മെസ്സി തോറ്റു എന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ ലാസ്റ്റ് കീഴടക്കിയൊരു ചരിത്രമാണ് ഉണ്ടായത്. അത് ഈ കേരളത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ
ഈ അർജന്റീന ഫാൻസിന് കൂടുതൽ അർജന്റീന ഫാൻസിന് മാത്രമല്ല കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് എല്ലാവർക്കും ഒരു ഊർജ്ജം നൽകുന്ന ഒരു സംഭവമാണ്. എല്ലാവരും ഇതൊരു ഉത്സവം പോലെ ഇത് എല്ലാവരും കണ്ടിരിക്കും. നമ്മൾ മഹാരാജാസിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇനി മഹാരാജാസിലെ ഓണം ദാ ഇതുപോലെയൊക്കെ ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഇവരുടെ കൂടുതൽ പ്ലാൻസ് എന്ന്. എവിടെ സാഗർ അല്ലേ? സാഗർ, എന്താണ് മഹാരാജാസ് ഓണത്തിന്റെ പ്ലാനുകൾ എങ്ങനെയാണ്? മഹാരാജാസ് ഇതാ 150-ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ പരിപാടികൾ വിപുലീകരിച്ചെടുക്കുന്ന സമയത്താണ് ഇങ്ങനെ കേരളത്തിനകത്തേക്ക് മെസ്സി ഉൾപ്പെടെ വരുന്നൊരവസ്ഥയുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ വർഷത്തെ ഓണപ്പരിപാടി ഏറ്റവും മനോഹരമാക്കുവാനും അതിൽ മെസ്സിയെ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം എന്നൊരു ആഗ്രഹം വന്നു, അങ്ങനെ ഒരു ആശയം വന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു നിങ്ങൾ ഈ കാണുന്ന വിഷ്വൽസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. നമ്മൾ ഇനി ഓരോ ഗെയിംസ് ആയിട്ട് തുടങ്ങുന്നുണ്ട് ഓഡിറ്റോറിയത്തിന്റെ താഴെ. പിന്നെ സദ്യ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് 150-ാം വാർഷികമായിട്ട്. അങ്ങനെ പറയുന്നുണ്ട്. വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ മെസ്സി വരില്ല എന്ന് പറഞ്ഞിടത്താണ് നമ്മളിപ്പോ മെസ്സിനെ ഇവിടെ കൊണ്ടുവരാനായിട്ട് പോകുന്നത് അല്ലേ? അതും ഒരു ചരിത്ര നിമിഷമാക്കി മാറ്റാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണെങ്കിലും എന്താ നമ്മുടെ ഈ മഹാരാജാസ് ഓണത്തോടൊപ്പം തന്നെ നമ്മൾ ഈ മെസ്സി ഓണവും കളറാക്കും, വൈബാക്കും, പൊളിയാക്കും. മെസ്സിക്കാരെ യോ കൊടുക്ക്, യോ മെസ്സിക്കാരെ യോ കൊടുക്ക്, യോ സദ്യ എന്ന് പറയുന്നത് അത് കഴിക്കുന്നത് ഒരു കലയാണ്, അറിയോ? അതെ, അതൊരു വലിയ കലയാണ്. വെറുതെ വലിച്ചു പാരി തിന്നാനുള്ളതല്ല മക്കളെ ഈ സദ്യ എന്ന് പറയുന്നത്. ചില ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ട്. ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ സദ്യ കഴിക്കുന്നതിന്റെ ഒരു ഓർഡർ അറിയോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു. ഈ സദ്യ എങ്ങനെ കഴിക്കാന്ന് അറിയില്ല. ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ഇല്ല, നാണക്കാരികളാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സദ്യ കഴിക്കാനേ അറിയുള്ളൂ, സദ്യയുടെ ഓർഡർ ഒന്നും അറിയില്ല. പക്ഷെ ഈ നമ്മൾ പറയില്ലേ പരിപ്പ്, പപ്പടം, സാമ്പാർ, കൂട്ടുകറി, പുളിശ്ശേരി, ഇതൊക്കെ എപ്പോഴാണ് കഴിക്കണ്ടേ? ആദ്യം നമുക്ക് ചോറും പരിപ്പും കൂടിയിട്ട് കൂട്ടി കഴിക്കണം. പരിപ്പും പപ്പടവും ചെറുതായിട്ട് ഇച്ചിരി കൂട്ടി കഴിക്കണം. കൂട്ടത്തിൽ ഇത്തിരി നെയ്യ് ഒഴിക്കണം. അതെ, അതും കൂടി കൂട്ടി കഴിഞ്ഞാൽ ഭേഷായിരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അത് നന്നായി കുഴച്ചടിക്കണം. അതെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സാമ്പാറിന്റെ വരവ്. സാമ്പാറും ചോറും കൂടി അങ്ങോട്ട് കൂട്ടി ഒരു പിടി പിടിച്ചതിന് ശേഷം തൊട്ടുകുറികൾ അങ്ങോട്ട് ഒന്നെടുക്കുക, രണ്ടെടുക്കുക, അങ്ങനെ തൊടുകുറികൾ എന്ന് പറയുന്നത് നമ്മുടെ അവിയല്, കൂട്ടുകറി, ഓലൻ, കാളൻ, എല്ലാ സാധനങ്ങളും. ഇനി ഇതൊക്കെ കഴിഞ്ഞത് അങ്ങോട്ട് വിചാരിക്കാം. അത് കഴിയുമ്പോഴാണ് നമ്മുടെ പുളിശ്ശേരിയുടെ വരവ്. അതൊരു വരവാ. അതെ, ആ പുളിശ്ശേരി അങ്ങോട്ട് കഴിച്ചു കഴിയുമ്പോഴത്തേക്കാണ് ചെറുതായിട്ടൊന്ന് മട്ടിക്കാനൊക്കെ തുടങ്ങൂലോ, ഒരു പുളിയൊക്കെ അങ്ങോട്ട് എത്തിയല്ലോ. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം, ഹീറോ. ആരാ? പായസം. ഏത് പായസം ഇഷ്ടം? അടപ്പായസം. ഏത് പായസം ഇഷ്ടം? എനിക്ക് പാലട. എനിക്ക് സേമിയോ. ഓക്കെ, പായസം കഴിഞ്ഞിട്ട് പായസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പായസം മധുരം മട്ടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു മത്ത് പിടിക്കും. അപ്പ വേണം നമ്മൾ ആരെ എടുക്കാനായിട്ട്? നാരങ്ങ അച്ചാറിന് തൊട്ട് അങ്ങോട്ട് നക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ചിലര് പായസത്തിന്റെ കൂട്ടത്തില് പപ്പടവും പഴവും ഒക്കെ കൂട്ടി ചേർത്തൊരു പിടി അങ്ങോട്ട് പിടിക്കും. എന്താണെങ്കിലും അവസാനം പഴത്തിൽ അങ്ങോട്ട് തീർക്കണം എന്നാണ് സദ്യാശാസ്ത്രം. മഹാരാജാസ് കോളേജിന്റെ മെസ്സി ഓണം ഇങ്ങനെ തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഉച്ച സമയമായി. അപ്പൊ പിന്നെ നമ്മുടെ സദ്യയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സദ്യ ഇല്ലാതെ എന്തോ? സദ്യ വേണ്ടേ? സദ്യയിൽ ഏത് ഐറ്റാ കൂടുതൽ ഇഷ്ടം? ഇഞ്ചിയുടെ ഇഞ്ചിക്കറി അല്ലേ? ഇഞ്ചിക്കറിയിലുള്ള ആ ചേരുവകളൊക്കെ ഒന്ന് പറഞ്ഞു. ഇഞ്ചി, പീര, ശർക്കര. പൊളി, അറിയാം അല്ലേ? ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം പറയോ? അവിയൽ ഇഷ്ടായി. അവിയലിൽ എന്തൊക്കെ ഇടാം? അവിയലില് ക്യാരറ്റ് ഇടാം, തേങ്ങ ഇടും, പിന്നെന്താ ഡ്രം സ്റ്റിക്ക്. ഫുട്ബോൾ ഇഷ്ടമല്ലേ? മെസ്സിനെ ഇഷ്ടമാണോ? മെസ്സി വന്നാൽ നമ്മൾ എന്തായിരിക്കും കേരളത്തിൽ നമ്മുടെ ഒരു തനിമയുള്ള ഒരു വിഭവം കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ബിരിയാണി, സദ്യ, പിന്നെന്താ അലുവ. മെസ്സി വന്നാൽ ഇവിടുത്തെ പപ്പടമാണ് കഴിക്കാൻ കൊടുക്കുക. വേറൊരു ടീം പറയുന്നു അവിയൽ കഴിക്കാൻ കൊടുക്കും, പിന്നെന്താ ഹൽവ കഴിക്കാൻ കൊടുക്കും, അല്ലെ? പൊറോട്ടയും ബീഫും കഴിക്കാൻ കൊടുക്കും, ബിരിയാണി കഴിക്കാൻ കൊടുക്കും, സദ്യ കഴിക്കാൻ കൊടുക്കും. മെസ്സി കേരളത്തിൽ വന്നാൽ ഇതിൽ ഏത് ഐറ്റം കഴിക്കാൻ കൊടുക്കും?
അച്ചാറൊന്നും കൂട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അച്ചാറുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവുന്ന അല്ലേ? അപ്പൊ ഈ ഓണം എന്ന് പറയുന്നത് നമ്മൾ മെസ്സി ഓണത്തെ പറ്റി പറഞ്ഞു, മഹാരാജാസ് ഓണത്തെ പറ്റി പറഞ്ഞു. മഹാരാജാസ് ഓണത്തിന്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഇവരുടെ 150-ാം വാർഷികമാണ് ഈ വർഷം ആഘോഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 3000 പേര് അല്ലേ, 3000 പേർക്കുള്ള ഓണസദ്യയാണ് നമ്മളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവരോടൊന്ന് ചോദിക്കാന്ന് വിചാരിക്കണം. ഇവിടെ ഹലോ, ഓണസദ്യ എങ്ങനെയുണ്ട്? നല്ലതാണല്ലേ, വളരെ നല്ല ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ സദ്യ വിളമ്പുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം വിളമ്പേണ്ടത് എന്താന്ന്? ഉപ്പേരിയാണോ അല്ലെങ്കിൽ ഇഞ്ചിപ്പുളിയോ? അല്ല, ഉപ്പായിരുന്നു. ഉപ്പാണ് ആദ്യം വിളമ്പുന്നത്. മെസ്സി വന്നു കഴിഞ്ഞാല് കാണാൻ പോവും? എന്തായാലും പോവും. മെസ്സി ഫാൻ ആണ്. മെസ്സിക്ക് നിങ്ങളൊരു സമ്മാനം, അതായത് ഒരു ഫുഡ് ഗിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഫുഡ് കൊടുക്കും? മന്തിയാ? മന്തി കൊടുക്കാനാണപ്പാ ഇവിടെ പ്ലാന്. അന്നെന്റെ കരളിൽ ഒരു കൂടൊരുക്കില്ലേ, ഇന്നീലമിഴിക്കോണുകളിൽ കവിത കണ്ടില്ലേ, എന്നും നിന്നോർമ്മയിലെന്നോ ഉണരുമ്പോൾ വാഞ്ഞെങ്ങോ പോകരുതേ വാർമഴവില്ലേ. മല്ലികപ്പൂ മണക്കും മാർഗഴിക്കാറ്റേ, നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ തേൻകുയിൽ പാട്ട്, വെള്ളിക്കോലുസിട്ട കാലൊച്ച കേൾക്കാൻ കാത്തിരിക്കുന്നെന്റെ ഹൃദയം, നിനക്കു മാത്രമായി. സുന്ദരിയേ വാ, വെണ്ണിലവേ വാ, എവിടെ നോക്കിയാലും ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണ്. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, ഇവിടെ പഠിക്കാഞ്ഞിട്ട് പോലും ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ കൊണ്ടൊക്കെ. അതാണ് മഹാരാജാസ്. മാത്രമല്ല ഇവിടെയുള്ള ഓരോ കുട്ടികൾക്കും ഈ കോളേജിൽ പഠിച്ചിറങ്ങുമ്പോഴുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് അത്രത്തോളം. നമ്മളോട് പലരും സംസാരിച്ചില്ലേ, രാഷ്ട്രീയ ബോധം ഉണ്ടായത്, ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയത്, പ്രണയിച്ചത്, ജീവിതത്തിൽ ഒരുപാട് മൂല്യങ്ങൾ പഠിച്ചത്, ലൈഫിന്റെ വലിയൊരു ഘട്ടമാണ്. എല്ലാ ക്യാമ്പസും അങ്ങനെയാണ്. പക്ഷെ മഹാരാജാസ് എന്ന് പറഞ്ഞ ചൈതന്യം അതിന് അത്രത്തോളം അടയാളപ്പെടുത്തിയ, രേഖപ്പെടുത്തിയ ഒരു വലിയ ചരിത്രം കൂടിയുണ്ട്. എനിക്ക് ആ ഒരു ചരിത്രം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി തുടക്കം വേണമെങ്കിൽ ഒന്ന് പറയാം. 1845 കൊച്ചിൻ സർക്കാരാണ് ഇതൊരു ഇംഗ്ലീഷ് വിദ്യാലയമായിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. അന്ന് തുടങ്ങുന്നതിന്റെ ഒരു ഉദ്ദേശം തന്നെ ഉണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ പറയുന്നത് കാര്യം വിവർത്തനം ചെയ്ത് ഒരു പരിവമായപ്പോൾ ഇനി വിവർത്തനം ചെയ്യാതെ തന്നെ ആളുകളൊക്കെ ഈ ഭാഷ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു 1845 കൊച്ചിൻ സർക്കാർ ഒരു ഇംഗ്ലീഷ് വിദ്യാലയമായിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. അതാണ് കേട്ടിട്ടുണ്ട്. 1875 ഈ ഇതൊരു കോളേജായി മാറണേന്നുള്ളത്. അതറിയോ? അതെ, അത് പടർന്ന് പന്തലിച്ചാണ് ഇന്ന് ഈ കാണുന്ന കേരളത്തിലെ ഏറ്റവും പ്രൗഢഗംഭീരമായ മഹാരാജാസ് കോളേജായി മാറുന്നത്. മഹാരാജാസിന് ഈ പേര് വന്നത് ഏത് വർഷമാണെന്നറിയോ? അത് പറയും. 1925. മണ്ണിൽ നിൽക്കുമ്പോഴത്തേക്കും അതൊരു വികാരമാണ് എന്ന് മനസ്സിലേറ്റ് നെഞ്ചേറ്റ് നടക്കുന്ന കുറച്ച് പേരുടെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മുടെ റോഷ്നി ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. പോരാത്തതിന് കുറച്ചധികം പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥിനിയും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ചോദിച്ചു നോക്കാം, അപ്പോൾ അവരോട് ചോദിച്ചു നോക്കാം, എന്താണ് മഹാരാജാസ് എന്ന് പറയുമ്പോഴത്തേക്കും തിരികെ എത്താനായിട്ട് നിങ്ങൾക്ക് പ്രചോദനമാവുന്ന ആ ഒരു റീസൺ എന്താ? റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചുറ്റുപാടും ഇതൊക്കെ തന്നെ. ഇപ്പം പോയി കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും ഇവിടെ എത്തണം, അല്ലെങ്കിൽ ഇവിടെ ഒന്നും കൂടി പഠിക്കണം എന്നൊക്കെ ഉള്ള ഒരാഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. ചൈതന്യ, അവള് പറഞ്ഞതുപോലെ മഹാരാജാസ് കോളേജിൽ ഡിഗ്രിയും PG മാത്രമല്ല, ഡിഗ്രി തന്നെ ഒരു 3 റൗണ്ട് ഇരുന്ന് പഠിക്കുന്ന ആളുകളുണ്ട്. അതായത് ചില ആളുകൾക്ക് ഒരു 40 വയസ്സായാലും അവരോട് ചോദിച്ചാൽ പറയും മഹാരാജാസിലെ വിദ്യാർത്ഥിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? അതെന്താ ഈ ചോദ്യം അവനെ നോക്കി നീ ചോദിച്ചത്? ഞാൻ പഠിക്കുന്നില്ല. ആ ഒരു വികാരത്തെ കുറിച്ച് പറ. ഞാൻ ഏകദേശം ഇപ്പോൾ 2 വർഷമായി കഴിഞ്ഞിറങ്ങിയിട്ട്. പക്ഷേ എങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഹാരാജാസ് എന്ന് പറയുന്നൊരു വികാരമാണ്. നമ്മളിവിടെ ജീവിച്ച പോലെയാണ്, നമ്മുടെ വീട് പോലെയാണ് മഹാരാജാസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല. കാരണം നമുക്ക് ഇനിയിപ്പോൾ ഏകദേശം സപ്ലി ഉണ്ടായതുകൊണ്ടാണ് PG എടുക്കാത്തത്. ഇല്ലെങ്കിൽ ഇവിടെ PG തന്നെ എടുത്തായിരുന്നു. ഈ നമ്മൾ സാധാരണ ഇപ്പോൾ ഈ കോളേജിൽ പഠിച്ചപ്പോൾ സപ്ലി ഒക്കെ കിട്ടിക്കഴിഞ്ഞാലും തിരിച്ചു വരുമ്പോൾ ടീച്ചേഴ്സൊക്കെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാറ്. പിന്നല്ലാണ്ട്
ചോദിക്കണ്ട ഇവൻ ഇപ്പൊ മൂന്നാമത്തെ വർഷം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ? അപ്പൊ പൂർവ്വ വിദ്യാർത്ഥിയോട് ചോദിക്കാം, എങ്ങനെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാ നമ്മളെ വെൽക്കം ചെയ്യുന്നത്? പൂർവ്വ വിദ്യാർത്ഥികളായി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ ഒരു ചിരി, അവരുടെ ഒരു സന്തോഷം, അതെ. ടീച്ചേഴ്സ് എല്ലാം ഫുൾ സപ്പോർട്ടാണ്. ടീച്ചേഴ്സ് ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കാറ്. സപ്ലിക്കും സപ്പോർട്ടാ? സപ്ലിക്ക് സപ്പോർട്ടല്ല, ടീച്ചേഴ്സ് പഠിപ്പിക്കണല്ലേ, പാസ്സാവണ്ടേ. മഹാരാജാസ് കോളേജിൽ പഠിച്ചിട്ടുള്ള ഒരു ഏറ്റവും നല്ലൊരു അനുഭവം പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ജീവിതം പഠിച്ചു എന്ന് പറയാം. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് കുറേ ചുറ്റുപാടുകൾ പരിചയപ്പെടാൻ, ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇപ്പോൾ ഒന്നാമത് വായിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ മലപ്പുറത്ത് നിന്ന് വരുന്നത്. അപ്പോൾ നമ്മളവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഫണ്ടിൻ്റെ കാര്യങ്ങളും ഓരോ ചുറ്റുപാടുകളും പിന്നെ ഓരോരുത്തരായിട്ട് ഇടപഴകുമ്പോൾ ഓരോ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ രാഷ്ട്രീയ ബോധം പറഞ്ഞൊരു സംഭവം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നല്ല വ്യക്തികളെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ കലാബോധം ഉണ്ടാക്കാൻ പറ്റി. പിന്നെ ഇപ്പം ഈ കാണുന്ന ചുറ്റുപാടുണ്ടല്ലോ കൂട്ടുകാർ, അത് ഇവിടുന്ന് കിട്ടിയ സമ്പാദ്യമാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഒരുപാട് സമ്പന്നനാണ് അല്ലേ? മഹാരാജാസ് കോളേജിലെ ഏറ്റവും രസമായിട്ടുള്ള ഒരു സ്ഥലം ഏതാന്ന് പറഞ്ഞേ, എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും? സെൻട്രൽ സർക്കിളിന്റെ പ്രത്യേകത ഇവിടെ കൂട്ടുകാരും എല്ലാവരും ഒരുമിച്ചിരുന്ന് പാട്ട് പാടാം, നമ്മുടെ സൗഹൃദം പങ്കിടാം എല്ലാവരും. അതേപോലെ തന്നെ ഇവിടെ യാതൊരു വേർപാടും ഇല്ല. സൗഹൃദം മാത്രമല്ല, ഇവിടെ പ്രണയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്പേസ് ഏതാ? അവിടെ പ്രണയവരാൻ ഏതാ? പിരിയങ്കോണി കയറിയ ആർക്കായാലും പ്രണയം വരും. അതെന്താണ്? അങ്ങനത്തെ ഒരു സ്ഥലമാണ്, നൊസ്റ്റാൾജിയ ഒരു സ്ഥലമാണ്. എന്തായാലും വരും നമുക്ക്, സ്വാഭാവികം. എനിക്കൊന്നും പ്രണയമില്ല. എനിക്കൊക്കെ ഈ സെൻട്രൽ സർക്കിളിൽ ചാത്തൻ സേവ, മരായസ് ചാത്തൻ സേവ, അങ്ങനത്തെ ഒരു മരായസിനെ പ്രണയിച്ച് ജീവിക്കണവരെ താളി ഞാൻ തേച്ചു തരാം, നിന്റെ തളിർമേനിയാകെ ഞാൻ ഓമനിക്കാം. ശാലിച്ച ചന്ദനം ഞാനൊരുക്കാം, നിന്റെ തുടുനെറ്റിപ്പൂവിലൊരുമ്മ വയ്ക്കാം. അരയിലാടുന്ന പുടവ മൂടുന്നൊരഴകും ഞാനല്ലേ, കരളിലാടുന്ന കനലിൽ വീഴുന്ന ശലഭം ഞാനല്ലേ. കതിരവനെതിരിടും ഇളമുളങ്കിളിയുടെ ചിറകിലരികെ അണയാം. ഒരു വല്ലം പൊന്നും പൂവും കരിനീലച്ചാന്തും കരകാണ പൊന്നിൽ മിന്നും തിരുവോടിപ്പാവും പടകാളി പെണ്ണേ നിന്നെ മണിമേയിൽ ചാർത്തിടാം, തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. ഹായ്, ഓണം ഫോട്ടോ സെഷൻ ആണോ? ഓണം എന്നൊക്കെ പറഞ്ഞ ഇതാണല്ലേ, ഫോട്ടോ, സദ്യ, സാരി, ആഭരണങ്ങള്, വൻ പൊളിയായിട്ടുണ്ടല്ലോ, ചില്ലായിട്ടുണ്ടല്ലോ. കാണാൻ നല്ല സുന്ദരികളായിട്ട് കോളേജിലെത്തിയ പിള്ളേരാണ്. മെസ്സി കേരളത്തിൽ വരുന്ന അറിഞ്ഞായിരുന്നോ? പിന്നെ അറിയാതെ എന്താലേ? എപ്പോഴാ വരുന്നേന്ന് പറഞ്ഞേ? 10 to 18 മെസ്സി ഫാൻ അല്ലേ? ശരി, ആരാ മെസ്സിനെ കൊണ്ടുവരുന്ന കേരളത്തിൽ? റിപ്പോർട്ടർ ടിവിയും കേരള ഗവൺമെന്റും. ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോ നിങ്ങൾക്ക് ഫുട്ബോൾ ഒന്നും ഇഷ്ടമില്ലെങ്കിലും മെസ്സി പോലെ ഒരാൾ കേരളത്തിൽ വരുമ്പോ കാണാൻ അത്രയും ആഗ്രഹമില്ലേ? നമ്മൾ വെൽക്കം ചെയ്യാണ് എല്ലാവരും. വരില്ലേ? കാണാൻ വരില്ലേ? തിരുവനന്തപുരത്ത് എല്ലാവരും നമുക്ക് എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാവും. അപ്പൊ കാണാൻ വരുമല്ലോ അല്ലേ? ഓണം മൂടാണോ മെസ്സി മൂടാണോ? ഏത് മൂഡ്? ഓണം മൂഡ്. അതെ അതെ, ഒരു മെസ്സി ഫാൻ ആണെന്ന് ഞാൻ അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അടുത്ത മെസ്സി ഫാൻ ആണല്ലേ? അതെ അതെ, മെസ്സി ഫാനാണ്. മെസ്സിയോടുള്ള ആ ഒരു ആരാധന എപ്പോഴാ പുറത്തെടുത്തിട്ടുള്ളത്? മെസ്സി എന്ന് പറയുമ്പോൾ നമ്മൾ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ഒറ്റ രാജാവേ ഉള്ളൂ, അത് മെസ്സിയാണ്. ഗോട്ടാണ്, ഗോട്ട് ഓഫ് ഫുട്ബോൾ ആണ് മെസ്സി. എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? രണ്ടുപേരും മെസ്സി ഫാൻ ആണോ? ശരിക്കും പറഞ്ഞാൽ മെസ്സി കാണാനുള്ള ഒരു വെയിറ്റിംഗിലാണ്. ഭയങ്കര വെയിറ്റിംഗ് ആണ് മെസ്സി വരുന്നത് നോക്കാൻ. എന്തുകൊണ്ടാ മെസ്സി ഇത്ര ഇഷ്ടം? മെസ്സി ഇഷ്ടം എന്ന് പറഞ്ഞാൽ മെസ്സിന്റെ ഒരു കളി കാണുമ്പോൾ തന്നെ നമ്മളത് മുഴുകിയിരിക്കും. ആ കളി കാണാൻ വേണ്ടി തന്നെ ഒരു പ്രത്യേകത ഒരു ശൈലിയാണ്. അതാണ് മെസ്സിനെ നമ്മൾ ആ ശൈലി എന്ന് പറഞ്ഞാൽ ഒന്ന് വിവരിച്ചു പറഞ്ഞു. അതായത് മെസ്സിയുടെ ബോഡി ലാംഗ്വേജ് ആണോ? മെസ്സിയുടെ ബോഡി ലാംഗ്വേജ് തന്നെ, കളിക്കുന്ന രീതി തന്നെ, ബോൾ കൊണ്ട് പോകുമ്പോൾ ഒരു ഫ്ലോ ഉണ്ട്. അത് വേറൊരു പ്ലെയറിന് ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ. നല്ല രസമാണല്ലേ? അതെ, നല്ല രസമാണ്. നമ്മൾ ഇങ്ങനെ കണ്ണങ്ങനെ കളിയിലോട്ട് തന്നെ സ്ട്രൈറ്റോട് ഇരിക്കും. മെസ്സി ഒരു സുന്ദരൻ കൂടിയാണ്. അതെ അതെ, മെസ്സി. അതെ അതെ,
നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളാണ്. ഇപ്പോൾ പല കൺട്രീസിലും ഫുട്ബോളൊന്നും വലിയ കാര്യമായിട്ട് കാണാത്ത ആളുകളുണ്ട്. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളത്തിൽ മലയാളികൾക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രാന്താണ്, ആരാധനയാണ്. അത് എന്തുകൊണ്ടായിരിക്കും? അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പിള്ളേരുടെ ഇടയിൽ തന്നെ ഈ ഒരു ഫുട്ബോളാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ഇവിടെ കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി ഇന്ത്യയിൽ മൊത്തം ക്രിക്കറ്റ് ആണെങ്കിലും കേരളത്തിൽ ഫുട്ബോളാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ഉള്ളത്. പിള്ളേർക്ക് കളിക്കാൻ താല്പര്യമുള്ളത് അത് തന്നെയാണ്, അതുകൊണ്ടായിരിക്കണം എന്നാണ്. അപ്പം മെസ്സി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക നിങ്ങളെ പോലെ യങ് ആയിട്ടുള്ള ആളുകളായിരിക്കും അതോ പ്രായമുള്ള ആളുകളായിരിക്കും? കാരണം പ്രായമുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ മെസ്സിയുടെ ഒരുപാട് കളികൾ അങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്ക് ശരിക്കും എങ്ങനെ പ്രായ വ്യത്യാസം ഉണ്ടോ? പ്രായ വ്യത്യാസം ഇല്ല ഫുട്ബോളിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ പണ്ട് മർഡോണ വന്നല്ലോ, അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന വലിയ ആൾക്കാരുണ്ട്, ഇപ്പോൾ പ്രായമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ യൂത്തിന് എന്ന് പറയുമ്പോൾ മെസ്സിയാണ് അവർ കണ്ടിട്ടുള്ളത്, കളി കണ്ടിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും മെസ്സിയാണ് അവർക്ക് ഇപ്പോഴും ഒരു ആരാധനയുള്ളതും ഫാൻ ഫേവററ്റ് ആയത് മെസ്സി തന്നെയാണ്. ഈ മെസ്സിയുടെ ഉയരത്തെക്കുറിച്ചൊക്കെ ഇപ്പോഴും ആളുകൾ പറയുമല്ലോ, ഒരു ചെറിയ ഉയരമുള്ള ഒരാള് പക്ഷെ ഇത്രയും അഡ്വാൻറ്റേജാണ് ശരിക്കും ആ ചെറിയ ഉയരം പറഞ്ഞാൽ. എല്ലാവരുടെ ഇടയിൽ കൂടെ കട്ട് ചെയ്ത് പോകാനൊക്കെ നല്ല സ്മൂത്ത് ആണ്. ഉയരം കുറവാണ് നല്ലത്. ആ ഉയരം കുറവ് നല്ല അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ മെസ്സിനെ കാത്തിരിക്കുകയാണല്ലേ? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. വെയിറ്റിംഗ് ഫോർ മെസ്സി. ഒരു മെസ്സി ഫാൻ എന്ന നിലയ്ക്ക് മെസ്സിയുടെ ഏറ്റവും നല്ല മൊമെന്റ് ഏതായിരുന്നു? മൊമെന്റ് ഏതാന്ന് വെച്ചാല് എനിക്ക് ഏറ്റവും ഇഷ്ടം അർജന്റീന വേൾഡ് കപ്പ് അടിച്ചില്ലേ, അന്നാ പെനാൽറ്റി അടിച്ചാൽ കണ്ണ് നിറഞ്ഞിക്കില്ലേ, ഒറ്റ കടകുതിരി കരഞ്ഞ് സത്യം അത് വേറെ ഫീലാണ്. കരഞ്ഞോ? ഞാൻ കരയാണ്ട് ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റുന്നോ? സങ്കടം അല്ലെ, ആ ഒരു ഓർമ്മ ശരിക്കും പറഞ്ഞാൽ. എന്നാലും ഞാൻ പറയും മെസ്സി എന്ന് പറയുന്നത് അത്രയധികം മൊമെന്റുകൾ കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഫുട്ബോൾ ലോകത്തിന്. ഫിഫയാണോ ഇതിൽ ഏറ്റവും ബെസ്റ്റ്? ഫിഫ എന്ന് വെച്ചാല് ഫിഫ 4 കൊല്ലത്തിൽ ഒരിക്കലും വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് കാണാൻ വേറെ മൂഡാണ്. പക്ഷെ അന്ന് നമ്മൾ അനുഭവിച്ചൊരു പിരിമുറുക്കുണ്ടല്ലോ, അത് ഒരിക്കലും ഒരു ജീവിതത്തിൽ ആരും അനുഭവിക്കത്തരുതാ. ഞങ്ങള് പൊളിക്കൂ, അത്രേ ഉള്ളൂ. ഞങ്ങൾ ആശാൻ വരുന്ന ഞങ്ങൾ എന്താക്കൂപ്പോ ഓണൊക്കെ ഈ വെള്ളയിട്ട് തെങ്ങടാ പോണേ. വെള്ളയോ ഡ്രസ് കോഡ്. സമ്മതിച്ചത് ഏത് ഡിപ്പാർട്ട്മെന്റ്? ഓക്കെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ഓണമൊക്കെ അല്ലേ, ഓണം ആകുമ്പോഴത്തേക്കും ചെറിയൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. നമ്മുടെ മാവേലി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പാടി കൊടുക്കാൻ പോണ ഒരു പാട്ട് അങ്ങോട്ട് പറഞ്ഞേ. പാട്ടാ ഞാൻ പാട്ട് ഇന്നത്തെ മാവേലി ഞങ്ങളുടെ റൂമിലെ കാശിയാണ്. അപ്പൊ ഞങ്ങളുടെ ബോഡി ബിൽഡറാണ്, മിസ്റ്റർ കൊല്ലമാണ്. അപ്പൊ അവന് പറ്റിയ ഒരു പാട്ട് എന്താ, ബോഡി ബിൽഡിങ്ങിന് ഒരു പാട്ടം കിട്ടുകൊടുക്കും. ബോഡി ബിൽഡിങ്ങിന് പാട്ട് സമ്മതിച്ച്. അപ്പൊ ഇനി മാവേലി മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തില് ഒരു സിറ്റുവേഷൻ, ഒരു സോഷ്യൽ സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യണം? പുള്ളിയുടെ മുമ്പിൽ ഒരു പരാതിയായിട്ട് അവതരിപ്പിക്കണം. നിങ്ങൾ എന്തായിരിക്കും ആ പരാതി കൊടുക്കാൻ പോകുന്നത്? അതല്ല ഞാൻ ചോദിക്കാൻ വന്നത്. ഞങ്ങളിപ്പോ ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവിടുത്തെ കൊതുക് ശല്യം. ആ കൊതുക് ശല്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള നിയമ നടപടികളോ അതിനെ മാറ്റാനുള്ള കൊതുകിനെ ബാൻ ചെയ്ത്, കൊതുകിനെ ബാൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഞങ്ങൾ മുന്നേ ബാൻ ചെയ്തേനെ, കൊച്ചിയിൽ തന്നെ ബാൻ ചെയ്തേനെ. അപ്പൊ ഓണപരിപാടികൾക്കിടയിൽ നിന്ന് നമ്മൾ ഇതാ ഒരു കടുത്ത മെസ്സി ആരാധികയും കൊണ്ടാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഇതാ ഇവളെ പരിചയപ്പെടുത്താണ്. പേര് പറ. ശ്രീദയ. കടുത്ത മെസ്സി ഫാനാണല്ലേ? എന്തുകൊണ്ടാണ് മെസ്സി ഇത്ര ഇഷ്ടം? സുന്ദരനല്ലേ? മെസ്സി സുന്ദരനായതുകൊണ്ടാണോ ഇഷ്ടം? മെസ്സിയോട് ഒരു ക്രഷ് ഉണ്ടോ? മെസ്സിയോട് ക്രഷ് ഉള്ള ഒരുപാട് മലയാളി പെൺകുട്ടികൾ ഉണ്ടല്ലേ കേരളത്തിൽ? അതിനുള്ള ഉദാഹരണമാണല്ലേ? ഏത് ജില്ലക്കാരിയാ? ഞാൻ കണ്ണൂര്. പിന്നെ പറയണോ, മലബാറുകാർക്ക് മെസ്സി എന്ന് പറഞ്ഞാൽ ആരാ? മൈലാഞ്ചി കിട്ടിട്ടുണ്ടല്ലോ, അതെന്താണത്? എന്താണത്? മലബാറിൽ ഇറാണോ? മലബാർ അതാണോ? ഒന്ന് പറയ കേക്കട്ടെ. മലബാർ. അതാണ്. അപ്പൊ മെസ്സി കഴിഞ്ഞേ ഉള്ളൂ വേറെ ആരും? അതൊക്കെ അത്ര. മെസ്സിയുടെ ഒരു മൊമെന്റ് പറഞ്ഞേ. മെസ്സിന്റെ മൊമെന്റ് പറയാന്ന് വെച്ചാ ഇതിപ്പോ 2014 മെസ്സി ജർമ്മനിയോട് ഏകപക്ഷത്താടെ തോറ്റ്. പിന്നെ 2018 അതേപോലെ പരാജയപ്പെട്ടു. പിന്നെ 2022 മെസ്സി കപ്പെടുത്തല്ലോ. പറഞ്ഞു വരുന്ന പരാജയങ്ങളൊന്നും അല്ല പരാജയങ്ങൾ വിജയത്തിന്റെ മുന്നോടിയാണ്. ഞങ്ങളിങ്ങനെ കുറച്ച് പേരെയൊക്കെ ഇങ്ങനെ കൂട്ടുപിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇതാ ഇവരുടെ പേരൊക്കെ ഒന്ന് ചോദിച്ചാൽ. എന്താ പേര്? സബ, നസീർ, ഭൂമിക, ശ്രീനന്ദ, നയൻതാര. ഇവരൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലാ വരുന്നത്? തേർഡ് ഇയർ BSc കെമിസ്ട്രി. കെമിസ്ട്രിക്കാരാണ്. രസതന്ത്രത്തിൽ വലിയൊരു തന്ത്രം കളിച്ചുകൊണ്ടിരിക്കണവരാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ മാവേലി ഇങ്ങടെ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾ ചോദിക്കാൻ പോണ ഒരു വരം, അതെന്താണ്? പുള്ളി വരം കൊടുപ്പിന്റെ ആളാണല്ലോ. അപ്പൊ എന്ത് വരമായിരിക്കും നിങ്ങൾ ആദ്യം ചോദിക്കുക? ഞാൻ ഭയങ്കര പൈസക്കാരനാണെന്നുള്ള, വെരി റിച്ച് ആവണം എന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പൊ വന്നത് ഈ മഴയൊന്ന് നിർത്തി തരാൻ വേണ്ടി ചോദിക്കും. അതെ, ഭയങ്കര മഴയാണ്. അപ്പൊ ഈ മഴ നമ്മുടെ പരിപാടി കുറച്ചുകൂടി
ഗംഭീരമായേനെ. അതെ, കളറായേനെ. ഇയാൾക്കാണെങ്കിലോ കുറെ ഫുഡ് കിട്ടണീന്ന്. അടിപൊളി. കുറച്ചധികം ഫുഡ് തന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതേപോലെ റിച്ച് അൺലിമിറ്റഡ് മണി, അൺലിമിറ്റഡ് മണി. അൺലിമിറ്റഡ് മണി. എല്ലാവർക്കും റിച്ച് ആയാൽ മതി. റിച്ച് ആയാലേ കാര്യമുള്ളൂ എന്നല്ലേ? പണം ഉണ്ടെങ്കിലേ മനുഷ്യന് കാര്യമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനൊക്കെ അവിടെ നിൽക്കട്ടെ. ചെറിയൊരു ടങ് ട്വിസ്റ്റർ തന്നു കഴിഞ്ഞാൽ ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ താല്പര്യമുള്ളത് ആർക്കാണ്? സഭ. ഓ, സഭ ഭയങ്കര എന്താ പറയാ സപ്പോർട്ടാണല്ലോ സഭയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, പേര് മണി, പണി മണ്ണുപണി. ഓക്കെ, പേര് മണി പണി മണ്ണുപണി, പേര് മണി പണി മണ്ണുപണി, പേര് മണി മണി പണ്ണുപണി, പേര് പണി, പേര് മണി പണി മണ്ണുപണി, പേര് പണി മണി, പേര് മണി, പേര് മണി പണി മണ്ണുപണി, പേര് മണി പണി പണ്ണുപണി. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും കൺഗ്രാറ്റുലേഷൻസ്. ഇനി ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ? ഭൂമികയ്ക്ക് പറ്റും. വാ, കമോൺ. ഓക്കെ, പേര് മണി പണി മണ്ണുപണി, 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 മണ്ണുപണി. നല്ലൊരു കയ്യടി കൊടുക്ക്. ഇതെന്തത്? അപ്പൊ എന്താണെങ്കിലും കൊള്ളാം. ഇയാളെ തന്നെ വിന്നറായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ എന്താ സംഭവം നടക്കുന്നേ? ഉറിയടി നടക്കാൻ പോവാണോ? ചെയ്തു. ഇത്തവണത്തെ ഓണം മെസ്സി തൂക്കിന്നല്ലേ നമ്മൾ പറഞ്ഞത്? അതെ. പക്ഷെ ആ തൂങ്ങിക്കിടക്കുന്ന കലം അതാര് അതാര് തൂക്കും? അതാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും എന്താ നല്ല നീല സാരി എടുത്തൊരു പെങ്കൊച്ച് അവിടെ നിന്ന് അടിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ കലം ഒരിടത്തും വടി വേറൊരിടത്തുമാണ്. അതെ, പക്ഷെ ഈ കലം ഉടയ്ക്കുന്ന ആൾ ഇന്നീ മഹാരാജാസ് കോളേജിൽ ഒരു താരമായി മാറും. കാരണം വടംവലി പോലെ, ഉറിയടി മത്സരം പോലെ, പൂക്കള മത്സരം പോലെ, കസേരകളി പോലെ, ലെമൺ സ്പൂൺ പോലെ ഓണത്തിന് ഈ കളികളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഓണമില്ല. അതാണ് ഉറപ്പായിട്ടുള്ള. ആരായിരിക്കും വിജയി? വലത് മാറി ഇടത് വെട്ടി ചരിഞ്ഞ് വെട്ടി എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് ചാടി വെട്ടിയെങ്കിൽ മാത്രമേ എന്താണെങ്കിലും ഈ കുടം. ആ കൊച്ചു നന്നായി ചാടുന്നുണ്ട്, പക്ഷെ കലത്തിലോട്ട് എത്തുന്നില്ല. പോരട്ടെ. മഹാരാജാസ് കോളേജിന്റെ ഓണാഘോഷത്തിലെ ഏറ്റവും വാശിയേറിയ മത്സര ഇനത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വടംവലി. അതെ, ചൈതന്യ, നമുക്കറിയാം അർജന്റീനയും എതിർ ടീമും തമ്മിലുള്ള പോരാട്ടം, കനത്ത പോരാട്ടമുള്ള മത്സരത്തിനായി കാത്തിരിക്കുന്ന മലയാളികൾക്ക് മുന്നിലേക്ക് മഹാരാജാസിന്റെ ചുണക്കുട്ടികൾ ഇതാ വടംവലിക്കാൻ വരികയാണ്. യെസ്, അപ്പൊ നമുക്ക് ഇതിനെ രണ്ട് ടീമായിട്ട് അങ്ങനെ വിഭജിക്കാം അല്ലേ? അപ്പോ ചൈതന്യ, ഇത് മെസ്സി ടീം, അത് മഹാബലി ടീം. ഓക്കെ, നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. അപ്പൊ വാശിയേറിയ മത്സരം അങ്ങനെ നടക്കുകയാണ്. വീഴുന്നവൻ വാടുന്ന ഏക ഗെയിം സ്പോട്ടാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ കൺമുന്നിൽ നടക്കാനായിട്ട് പോകുന്നത്. ആര് വീഴും, ആര് കപ്പടിക്കും, അതെ, ആര് വാഴും, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ടീം മാവേലി ഉണ്ട്, ടീം മെസ്സി ഉണ്ട്. പൊടി പാറിക്കുന്ന എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മഴയുടെ കുളിരിനെ വകവയ്ക്കാതെ അതിനെ തകർത്തെറിയാൻ തന്നെയാണ് മഹാരാജാസിന്റെ പിള്ളേരുടെ തീരുമാനം. ഏത് ടീം ജയിക്കും? മെസ്സി ടീമോ മഹാബലി ടീമോ? ചൈതന്യ, അങ്ങനെയാ നമ്മുടെ മെസ്സി ടീമാണ് വിജയിച്ചിരിക്കുന്നത്. മാവേലി ജയിച്ചാലും തോറ്റാലും കുഴപ്പമൊന്നുമില്ല, എല്ലാ വർഷവും വരും. പക്ഷെ മെസ്സി അതൊരൊറ്റ വട്ടേ വരുള്ളൂ. പക്ഷെ ആ വരവ് നമ്മൾ എന്താക്കണം? ആഘോഷമാക്കണം. അപ്പോ പോരാട്ട വീര്യം ഒട്ടും ചോരാതെ ഈ വടംവലിക്കും മേലെ അതുക്കും മേലെ മെസ്സി ഓണം, മഹാരാജാസ് ഓണം, മാസ് ഓണം.